കിയോര നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് 2 ഓഫ് കരംഗഹാക്കെ ഗോർജാണ് കാണിക്കാൻ പോകുന്നത്. പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഇത് ഇവിടെയുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. നല്ലൊരു സൺസെറ്റാണ് ഇവിടെ. ഞാൻ പാർട്ട് 1 എന്താ നടന്നതെന്നുള്ളത് ഞാനും മറന്നുപോയി. അപ്പോൾ നമുക്കൊരു ചെറിയൊരു റീക്യാപ്പിന് പോയാലോ? അപ്പോൾ പറഞ്ഞു നിർത്തിയത് ഇവിടെയായിരുന്നു. ഞങ്ങൾ നല്ലൊരു ലഞ്ച് കഴിക്കാൻ പോവാണ്, ഒരു കേരള സ്റ്റൈൽ റെസ്റ്റോറൻറ്റിൽ പോയിട്ട്. സോ ഇതാണ് ഞങ്ങൾ ഫുഡ് അടിക്കാൻ എത്തിയ സ്ഥലം. ഇതിൻ്റെ പേരാണ് കുമാർ സംതിങ് സ്പെഷ്യൽ. പേരോവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. കരംഗഹാക്കയിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് യാത്രയേ ഉള്ളൂ പേരോവയിലേക്ക്. ബിരിയാണി കഴിക്കണമെന്ന മോഹവുമായി എത്തി പൊറോട്ടയിൽ അവസാനിച്ച കഥയാണിത്. നീ ടേസ്റ്റ് ചെയ്തിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. കഴിക്കുന്നതിന് മുമ്പ് നോക്കിയ നല്ല കാച്ചാണല്ലോ. പുളിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ള പ്രോൺ മലബാറിയും പിന്നെ പൊറോട്ടയും കൂടെയാണ് കഴിക്കുന്നത്. ഓക്കെ, സിജോന്റെ പ്ലേറ്റിൽ എന്താണ് ഇരിക്കുന്നത്? ബീഫ് ബിരിയാണിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ടേസ്റ്റ് ചെയ്തിട്ട് ആ ഒരു എക്സ്പ്രഷനും കൂടെ കാണിക്കണം. പപ്പടം ഉണ്ട്, അത് ഞാൻ മോഷ്ടിക്കുകയാണ്. ഇച്ചിരി കൂടെ പോട്ടെ. ഇത്രയും രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന എൻ്റെ മാജിക്കിൻ്റെ പിന്നിലെ ആളാണ് മിസ്റ്റർ കുമാർ. സോ കുമാറും കുമാറിൻ്റെ ഫാമിലിയും കൂടെ നടത്തുന്ന ഒരു ഫാമിലി ബിസിനസ്സാണിത്. 20 വർഷത്തിന് മേലെയായി ഇവർ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട്. നിങ്ങൾ ന്യൂസിലൻഡിലാണ് താമസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. സോ ഞങ്ങൾ മലയാളി ഷോപ്പിലൊക്കെ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ വീഡിയോ കാണിച്ചു തന്നതാണ്. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് ഞങ്ങൾ. ഓക്കെ, അപ്പോൾ ബൈ. നല്ല തണുപ്പുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു വാട്ടർഫോളിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഭയങ്കര കാറ്റും നല്ല തണുപ്പും. രാവിലത്തെ ഒരു ക്ലൈമറ്റ് പോലെയല്ല. That is so beautiful, guys. സോ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നലെ വന്ന വൈനറിയിൽ വന്നിട്ട് ഞങ്ങൾ 2 ബോട്ടിൽ വൈനൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിൽ പോകാനായിട്ട് ഇവിടെ നിന്ന് ആകെ 2 മണിക്കൂർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ സ്ഥലം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് ലൊക്കേഷൻ വൈഹി ബീച്ചിലേക്കാണ്. സത്യം പറഞ്ഞാൽ ഈ ന്യൂസിലൻഡ് ബീച്ചിൻ്റെയൊക്കെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഭയങ്കര കാം ആൻഡ് സെറീനാണ്. ഒരുപാട് തിരക്കൊന്നുമില്ല. നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാം.
എല്ലാവരും ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. നട്ടുച്ചയായി. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് ഒന്ന് വൈഹി ടൗൺ വരെ പോവാണ്. നല്ല രസമുണ്ടല്ലേ. വൈഹി പട്ടണത്തിലെത്തി. റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഞങ്ങൾക്ക് സബ്വേ കാണാം. അപ്പം അങ്ങോട്ടേക്ക് ഞങ്ങളെ വെച്ച് വിടുകയാണ്. അപ്പോൾ സബ്വേയിലൊന്ന് എത്തി. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈനിൽ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ദി ഡേയിൽ എത്തിയിരിക്കുകയാണ്. ഗോൾഡ് ഫീൽഡ്സ് റെയിൽവേസ്. ടിക്കറ്റ് എടുക്കാം, നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ചായ കുടിച്ചിട്ട് വരാം. സോ ഈ ഒരു ട്രെയിൻ യാത്രയാണ് ഞങ്ങൾ ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ട്രെയിൻ റൂട്ട് വൈഹി ടു വൈക്കിനു ആണ്. വളരെ ചരിത്രം നിറഞ്ഞ ഒരു റെയിൽവേസ് ആണിത്. 1900s സ്റ്റാർട്ട് ചെയ്തു. 1979 അത് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സിനിക് ടൂറ് നടത്തുന്ന ഒരു ട്രെയിൻ റൈഡാക്കി. പഴയ പെട്ടികൾ പണ്ടത്തെ സിനിമയിലൊക്കെ. ഈ സ്റ്റേഷൻ ഇത്രയും ഹിസ്റ്റോറിക്കലായിരിക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആഹാ, ഒരു പഴയകാല ചിത്രം. അപ്പോൾ ബോയ്സ് ആൻഡ് ഗേൾസ്, ഞങ്ങളുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ട ഫോട്ടോയിലെ പോലെ ആയിരിക്കുന്ന ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇത് സെറ്റപ്പൊക്കെ മാറ്റി, ഗെറ്റപ്പ് എല്ലാം വേറെ ആക്കി. ഓ, കുറച്ചേരം പുറത്തിരിക്കാം. गाड़ी नंबर 667 वही स्टेशन से आने वाला हाजूर. വണ്ടിയുടെ TTR എത്തിയിട്ടുണ്ട്. വളരെ ഒരു പാവം മനുഷ്യൻ ഞങ്ങളുടെ കയ്യിൽ ട്രെയിനിൻ്റെ സ്റ്റാമ്പൊക്കെ കുത്തി തന്നു. എന്തിനാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ചുമ്മാ ഒരു രസം. ശരിക്കും ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ എത്തിയ ഒരു ഫീലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡിൽ എല്ലായിടത്തും ഇങ്ങനെയാണ് കാണാൻ. പിന്നെ ഓരോ സ്ഥലം അനുസരിച്ച് പല പല ലുക്കാന്ന് മാത്രം. പക്ഷേ ഈ പച്ചപ്പ് എല്ലായിടത്തും ഉണ്ട്. ന്യൂസിലാൻഡിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ശ്രദ്ധയ്ക്കായി, ഇവിടെ മാൻമെയ്ഡായിട്ടൊന്നുമില്ല. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിലാക്സിങ് ജേർണി ആയിരിക്കണം, അല്ലെങ്കിൽ റിലാക്സിങ് വെക്കേഷൻ ആയിരിക്കും ഇത്. ഒരിക്കലും വലിയ ബിൽഡിങ്സോ അങ്ങനത്തെ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നീലാകാശം, നീലക്കടൽ, പച്ചപ്പും ഹരിതാഭയൊക്കെയാണ്. പിന്നെ മേഘത്തിൻ്റെ കാര്യം പറയണ്ട. ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും, അല്ലെങ്കിൽ ചാടി എടുക്കാൻ തോന്നും. അത്ര അടുത്താണ്. ഞാനിത് എവിടെയും കണ്ടിട്ടില്ല. ഇങ്ങനെ വൈക്കിനോ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് നമ്മൾ. പണ്ട് കാലത്തെ ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ആണെന്ന് തോന്നുന്നു. ഏറ്റവും രസം അവർ നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ തിരിച്ച് വൈഹി സ്റ്റേഷനിലേക്ക് യാത്രയാവുകയാണ്. ഉച്ച സമയം കൂടെ ആയത് കാരണം എല്ലാവരും ഒരു പാതി മയക്കത്തിലാണ്.
ഇവിടെ കുറച്ച് പേര് നിൽക്കുന്നവരിൽ സൈക്കിളും കൂടെ ഉണ്ട്. നമുക്ക് സൈക്കിൾ എടുത്തുകൊണ്ട് പോകാം. എന്നിട്ട് നമ്മുടെ വൈക്കിനോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് അവിടുത്തെ ഒരു സിനിക് ടൂർ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ബൈക്ക് ഓടിച്ച് നടക്കാം. വൈഹി സ്റ്റേഷനിൽ ഞങ്ങൾ തിരിച്ചെത്തി. ഇനി വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ എക്സൈറ്റിംഗ് വീഡിയോസായിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ stay tuned, take care and see you until next video.